ന്യൂ ജനറേഷന്റെ താരപരിവേഷമോ ആസ്വാദ്യതയുള്ള അനുഭവമല്ല പറഞ്ഞു തുടങ്ങുന്നത്. കൈവിട്ടുപോയ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ നൊമ്പരങ്ങളുടെ നേർചിത്രമാണിത്. 7ാം ക്ലാസ്സിൽ പഠനം നിർത്തി എറണാകുളത്ത് നിന്ന് തളങ്കരയിലെത്തിയ 19ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച പൊന്നും പണവും നോക്കാതെ ബദിയടുക്കയിലെ പാവപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം നൽകാൻ മനസ്സ് കാണിച്ച സാജൻ ജോസഫ് എന്ന സിറാജിനെ കണ്ണുനീരോടെയല്ലാതെ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ചെറിയ പ്രതിസന്ധികളെപ്പോലും ഊതിപ്പെരുപ്പിച്ച് ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവർ ഈ കഥ കേൾക്കാതെ പോകരുത്. ഹൃദയത്തിന് ഗുരുതരമായ രോഗം, ജോലിസ്ഥലത്ത് പതിവായി തളർന്നു വീഴുന്നത്, അതിനിടെ ഞരമ്പ് തകരാറിലായി മകൾക്കും അസുഖം. പണമില്ലാത്തതുകൊണ്ട് 10ാം ക്ലാസ്സിൽ വെച്ച് 2 മക്കളുടെ പഠനം നിർത്തി. ഇടുങ്ങിയ ഒറ്റമുറി ക്വാർട്ടേഴ്സിൽ 6 ജന്മങ്ങളുടെ ദുരിത ജീവിതം. എന്നിട്ടും 3 മാസത്തെ വാടക കുടിശ്ശിക, മരുന്നിന് വേണ്ടി വാങ്ങിയ കടം. ഒന്നല്ല, നീറുന്ന ഒരു 100 പ്രശ്നങ്ങളുടെ സങ്കടഹരജിയാണ് ഈ മനുഷ്യന്റെ ജീവിതം. വാർക്കപ്പണിയും കീഴിൽ 4-5 ജോലിക്കാരുമൊക്കെയായി സ്വപ്നങ്ങൾ പച്ചപിടിച്ചു വരുന്നതിനിടയിലാണ് 2014 ജൂൺ 16 എന്ന ദിവസം സിറാജിന്റെ വിധിയെ മാറ്റിയെഴുതിയത്. തായലങ്ങാടിയിൽ ഒരു വീടിന് കല്ലുപാകുന്നതിനിടെ കുഴഞ്ഞു വീണു. അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഹൃദയാഘാതം സംഭവിച്ചിരുന്നു. ശസ്ത്രക്രിയ തീരുമാനിക്കപ്പെട്ടപ്പോൾ വിധി അടുത്ത അറ്റാക്കുമായി വന്നു. ഓപ്പറേഷന് വേണ്ട ആരോഗ്യം ആ ലോലമായ ഹൃദയത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം. പകരം നിർദ്ദേശിക്കപ്പെട്ടത് 6.5 ലക്ഷം രൂപ വിലയുള്ള മെഷീൻ ഹൃദയത്തിൽ ഘടിപ്പിക്കാനായിരുന്നു, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കാനും. കൂട്ടിയ കണക്കുകളെല്ലാം തെറ്റിക്കുന്നതാണ് ജീവിതത്തിന്റെ ഒരേയൊരു ശരിയെന്ന് സിറാജ് അന്നാണ് തിരിച്ചറിഞ്ഞത്. പക്ഷേ വിധി അതിന്റെ കളി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വാടക കൊടുക്കാത്തതിനാൽ പൈക്കയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം തളങ്കരയിലെ ക്വാർട്ടേഴ്സിൽ ആരുടെയൊക്കെയോ കാരുണ്യത്തിൽ 1 വർഷം. ആ കാരുണ്യത്തിന്റെയും കാലാവധി അവസാനിച്ചപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ സിറാജ് മൊഗ്രാൽപുത്തൂരിലെ ഇടുങ്ങിയ 4 ചുവരുകൾക്കുള്ളിലേക്ക് താമസം മാറ്റി. സ്ഥിരമായി കഴിക്കേണ്ട മരുന്ന് മുടങ്ങിയിട്ട് 4 മാസമായി. അതിന്റെ മാറ്റം ഇപ്പോൾ കണ്ടു തുടങ്ങുന്നു. രാത്രിയാവുമ്പോഴേക്കും വേദന കൊണ്ട് പിടഞ്ഞ് കട്ടിലിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഈ വീട്ടിൽ പതിവായിരിക്കുന്നു. ആ നേരങ്ങളിൽ ഭാര്യയെയും മക്കളെയും ചേർത്തു പിടിച്ച് ആരും കേൾക്കാതെ സിറാജ് പൊട്ടിക്കരയും. ചിലപ്പോൾ കുറെ നേരത്തേക്ക് സംസാരിക്കാനും കഴിയില്ല. അതിനിടെ കണ്ണിന് ചെറിയ രോഗലക്ഷണമുള്ളത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അതൊന്നും കണ്ടില്ലെന്ന ഭാവമാണ് ആ മുഖത്ത്. ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് കേട്ട് ഞെട്ടുന്നതൊക്കെ നമ്മെപ്പോലെ രോഗങ്ങളുടെ യാഥാർത്ഥ്യം ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്തവരാണ്. രോഗം ആരംഭിച്ചതിന് ശേഷം ഒരു ദിവസം മുഴുവനായി ജോലി ചെയ്യാൻ സിറാജിന് കഴിഞ്ഞിട്ടില്ല. 5 മണിവരെ ജോലി ചെയ്ത ദിവസം പണിസ്ഥലത്ത് നിന്ന് നേരെ കൊണ്ടുപോയത് മാലിക് ദിനാർ ആശുപത്രിയിലേക്കായിരുന്നു. 5 ജീവിതങ്ങൾ ഒഴിഞ്ഞ വയറുമായി വീട്ടിൽ കാത്തുനിൽക്കുന്നത് സഹിക്കാനാവാതെ സിറാജ് പിന്നെയും പണിക്കിറങ്ങി. ആ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് മുമ്പേ കൂടെയുള്ളവർ താങ്ങിപ്പിടിച്ചാണ് വീട്ടിലേക്ക് എത്തിച്ചത്. ജോലി ചെയ്തിരുന്ന കാലത്ത് ഏറെ ആശിച്ച മകൾക്ക് വാങ്ങിക്കൊടുത്ത ഒരു തരി പന്ന് മരുന്ന് വാങ്ങാൻ പണമില്ലാതെ കൊണ്ടുപോയി വിറ്റ ദിവസത്തെ കണ്ണുനീരോടെയല്ലാതെ സിറാജിന് പറഞ്ഞു മുഴുമിപ്പിക്കാനാവുന്നില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് ഞരമ്പിന്റെ അസുഖത്തെ തുടർന്ന് മൂത്ത മകൾ ജസീറയുടെ മുഖം വലിഞ്ഞുകൂടി. അവൾക്കും വേണം മരുന്നിന് 20 ദിവസത്തേക്ക് 1400 രൂപ. വാങ്ങിക്കൂട്ടിയ വസ്ത്രങ്ങൾ വെക്കാൻ സ്ഥലമില്ലാതെ ഓരോ മാസവും പുത്തൻ ഷെൽഫ് വാങ്ങുന്ന സഹോദരി. അടുക്കി വെക്കാൻ ഒരു മേശ പോലുമില്ലാത്ത ഈ വീടിന്റെ അകത്ത് കയറിയാൽ 6 പേരുടെ വസ്ത്രങ്ങളും വസ്തുക്കളുമൊക്കെ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. ജനാലക്കരികിൽ വെച്ചിട്ടുള്ള ജസീറയുടെ മരുന്ന് തീരാറായെന്ന് പറയാതെ തന്നെ കണ്ണുള്ള ആർക്കും ബോധ്യപ്പെടും. ഇത് ടെലികാസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും മരുന്ന് പൂർണ്ണമായും തീർന്നിട്ടുണ്ടാകും. ചേർന്ന് നിന്നാൽ ശ്വാസം മുട്ടുന്ന ഈ കുടുസുമുറിയിലാണ് 6 മനുഷ്യർ ജീവിക്കുന്നത്. അതിൽ 2 പേർ രോഗികൾ. 2 കുട്ടികൾ കാസർഗോഡ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുന്നു. എവിടെ വെച്ചായിരിക്കും ദൈവമേ അവർ ഹോംവർക്കും അസൈൻമെന്റും എഴുതുക? തളർന്നു വീഴുന്ന ഉപ്പയെക്കുറിച്ചോർത്ത് അവർക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടാകുമോ? കൂട്ടുകാരെല്ലാം നഗരത്തിലെ ഹോട്ടലിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ പട്ടിണി കിടക്കാൻ എന്ത് കള്ളമായിരിക്കും അവർ പറയുന്നുണ്ടാവുക? സഹിക്കാൻ കഴിയാത്ത തന്റെ വേദനകളെപ്പറ്റി സിറാജിന് പരിഭവമില്ല. മരുന്ന് കഴിക്കാതെ ഇങ്ങനെ പോയാൽ തനിക്ക് എന്ത് സംഭവിക്കുമെന്നല്ല, താൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുടുംബം എവിടെ പോകുമെന്നാണ് സിറാജിന് മുന്നിലെ ഉത്തരമില്ലാത്ത ചോദ്യം. ഞങ്ങൾ പോയ ദിവസം ആ മുറിയുടെ 2 മാസത്തെ വാടക കുടിശ്ശികയുണ്ട്. 30-ാം തീയതി ആവുമ്പോഴേക്കും കുടിശ്ശിക പിന്നെയും കൂടും. രാത്രി 9 മണിക്ക് വീട്ടുടമ വരും, വാടക ചോദിക്കും. രാത്രി ആയതുകൊണ്ട് തൊട്ടടുത്ത മുറികളിലുള്ളവരെല്ലാം അത് കേൾക്കും. ഇനി പറയാൻ ഒരു അവധി പോയിട്ട് ജീവിക്കാനുള്ള കാരണം പോലും സിറാജിന് മുന്നിലില്ല. ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. ഇനി അതല്ലാതെ മറ്റു വഴികളൊന്നും മുന്നിലില്ല. ഭാര്യയും മക്കളും വഴിയാധാരമാവുമെന്നോർക്കുമ്പോൾ സിറാജിന്റെ വാക്കുകൾ പാതി വഴിയിൽ മുറിഞ്ഞു പോകുന്നു. ഈ ഫ്രെയിമിൽ വരാത്ത 17 വയസ്സുള്ള ഒരു മകനും 9-ലും 7-ലും പഠിക്കുന്ന 2 കുട്ടികളും അവരുടെ ഉമ്മയും കൂടി ഇവിടെയുണ്ട്. ആ നൊമ്പരങ്ങളിലേക്ക് കൂടി ക്യാമറ ഫോക്കസ് ചെയ്യാൻ ദയവ് ചെയ്ത് നിർബന്ധിക്കരുത്. രോഗങ്ങൾ സുഖപ്പെട്ടു വരുന്ന ഉല്ലാസ ദിനങ്ങളല്ല,
ഒരു വീടാണ്. അത് മാത്രമാണ് സിറാജിന്റെ ഒരേയൊരു ആഗ്രഹം. വീട്ടിൽ വിറക് തീർന്നതുകൊണ്ട് പണത്തിന് വേണ്ടി ഒരാളെ കാണാൻ പോയതാണെന്ന് നേരത്തെ ഫോൺ ചെയ്തപ്പോൾ ഇക്ക പറഞ്ഞതാണ്. അത് കിട്ടിയില്ലെന്ന് സംസാരത്തിനിടയിൽ ഞങ്ങൾക്ക് ബോധ്യമായി. ഏതോ വ്യക്തി കൊടുത്തയച്ച ഭക്ഷണ സാധനങ്ങൾ കട്ടിലിനടിയിൽ കെട്ടുപോലും പൊട്ടിക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അത് തിളപ്പിക്കാനുള്ള ഒരു തുണ്ട് വിറക് പോലും ഈ മുറിയിലില്ലെന്ന് ആരെങ്കിലും അറിയുന്നുവോ? ദൈവമേ, ഇന്ന് ഉച്ചക്ക് ഇവർ പട്ടിണിയായിരുന്നു. സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന മക്കൾക്ക് രാത്രി അവർ എന്ത് വിളമ്പിക്കൊടുക്കും? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തായിരുന്നു ഇവരുടെ അവസ്ഥ? നാളെ, മറ്റന്നാൾ ഉത്തരം കിട്ടാതെ ഞങ്ങളുടെ ഹൃദയവും ഇപ്പോൾ വല്ലാതെ വേദനയിലാണ്. ക്യാമറമാൻ നാസർ മാനിയോടൊപ്പം കയ്യൂം മാന്യ, ഈ വിഷൻ ന്യൂസ്.